ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫിലിപ്പ് മമ്പാടിൻ്റെ കഥയാണ് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കേൾക്കുന്നത് പീഡനം, കൊലപാതകം, ഇതൊക്കെ തന്നെയാണ്. ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയുന്ന കേട്ട് പോലീസിൻ്റെ വേഷത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അതായത് കുട്ടികൾക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരു നല്ലവനായ ഉണ്ണീരെ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണിയെ 2-3 ദിവസം മുമ്പ് പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം നമുക്ക് ആ കൊണ്ടുപോണത് ഒന്ന് കാണാം. അപ്പോൾ ഭയങ്കര എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ. ഇപ്പം ഇങ്ങനെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണ രംഗമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ മാസ്ക് വയ്ക്കും. ഇയാൾ മാസ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴും മാസ്ക് വെച്ചു. മൊത്തത്തിൽ അവൾ മൂടിക്കെട്ടിയാണ് പോയത്. പിന്നെ അതുപോലെ നമ്മുടെ കഷായം ഗ്രീഷ്മ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ, കഷായം ഗ്രീഷ്മയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവളും മാസ്ക് വയ്ക്കും. അപ്പോൾ ഇയാളെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമുക്കൊന്ന് കേൾക്കാം. കുട്ടികൾക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണതാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കണതാണ്. അതുപോലെ മയക്കുമരുന്നിനൊക്കെ അടിമയായ കുട്ടികളെയൊക്കെ നല്ലതുപോലെ നല്ല ഇതിൽ കൊണ്ടുവരുന്ന ഒരാൾ കൂടിയാണ്. അപ്പം അതൊന്ന് നമുക്ക് കാണാം. തലമുറകൾ ദുരന്തത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം എന്ന് പറയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റഗ്രാം എനിക്കൊണ്ട് ഇഷ്ടം, എല്ലാവർക്കും ഉണ്ട് കുട്ടികൾക്ക്. പക്ഷേ മഹാദുരന്തമാണ് കേട്ടോ, മഹാദുരന്തമാണ്. കാരണം അടുക്കളയിൽ നിന്ന് ഉമ്മ ഓൾ എന്തെടുക്കുക എന്ന് പറഞ്ഞ് നോക്കിയിട്ട് 4 സ്റ്റെപ്പ് നടന്നു വരുന്ന സമയത്തിന് മോൾക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. വീണ്ടും അടുക്കളയിൽ പോയി ദോശയ്ക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് വീണ്ടും അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഇതിന്റെ ദുരന്തം. ഫലം എന്താ? 17,000-ഓളം കുട്ടികളാ ഈ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് 17,000-ഓളം കുട്ടികളെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് വീട്ടിൽ നിന്ന്. കേരള പോലീസ് ആക്ട് പ്രകാരം മിസ്സിങ്ങിന് കേസെടുത്ത് അന്വേഷിച്ച് കുറെ പേരെ കിട്ടാത്തതുമുണ്ടെന്ന് 1,400-ഓളം കുട്ടികൾ, പ്രായം തികയാത്ത കുട്ടികൾ, ബാലസംരക്ഷണ അവകാശത്തിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണേ. 2,750 നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. മോട്ടിവേഷൻ കൊടുക്കുകയാണ്, മോട്ടിവേഷൻ ക്ലാസ് ആണ്, എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോളണം. കുഞ്ഞുങ്ങള് കഴിഞ്ഞ ടാറ്റസ് 2,878 കുട്ടികൾ ഇങ്ങനെ ഒരു കയറിന് തുമ്പത്ത് തൂങ്ങിക്കിടന്നു ഈ നാട്ടില്. ആരോ ഉത്തരവാദി? ഇന്നെയൊക്കെ പോലുള്ള ഒരു കാരണമാണ് ഇതിനൊക്കെ ഉത്തരവാദി. ഈ കുട്ടികൾ ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് മൊബൈലാണ് ഇതിന് കാരണം. ശരിയാണ്, വിളിച്ചത് കേൾക്കണ്ടേ ആ പെൺകുട്ടി ഇരുത്ത്, ചക്കരേ മുത്തേ കണ്ണേ സത്തേ എനിക്ക് നിന്നെ കാണണം, വാടാ മോനെ ചക്കരേ. ഇവൻ കാരണം ഈ മഹാകേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബ കോടതികൾ വരാന്തകളിൽ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം നടന്നതിന് പിമ്പിൽ ഇവനൊരു പങ്കുണ്ട്. എന്നാലോ ഇതിൽ പറയുന്ന 128ഓളം വരുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്ത് മൊത്തം മെറ്റയുടെ അണ്ടറിൽ വരുന്ന ഈ ഗൂഗിൾ വരുന്ന ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റയും എല്ലാം പറയുന്ന എന്താ? സമൂഹത്തോട് നമ്മളോട് എന്താ പറയുന്നത്? എന്താ ഒന്നും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയപ്പെടുന്നുണ്ട്. 18ഓളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിക്കൊണ്ട് നമ്മളെല്ലാം എഗ്രി ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ, നമ്മളൊരു ആപ്പ് നമ്മുടെ പേരിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്നും സുരക്ഷിതമല്ല എന്ന് പറയുന്നുണ്ട്. സുരക്ഷിതമല്ല, ഒന്നും സുരക്ഷിതമില്ല, നമ്മളാണ് അതിന് ഉത്തരവാദി. നിങ്ങളുടെ ഒരു ഡാറ്റാസും ഞങ്ങൾക്ക് കൈവശം വെക്കാൻ, ഞങ്ങൾക്ക് സുരക്ഷ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരുപക്ഷെ അത് മറ്റുള്ള ഒരു സൈബർ ഫ്രോഡുകളോ സൈബർ ഒരു എത്തിക്സിലേക്കോ അത് വഴിമാറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ചില മൊബൈൽ കമ്പനികളൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടോ? മൊബൈൽ ഫോൺ അടുത്തിരുന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന്. നിങ്ങൾക്ക് അടുത്തിരുന്നിട്ട് സർവീസ് ചെയ്യുന്ന കാണാമെന്ന്. എന്തിനാ നിങ്ങൾ അടുത്ത് പോയിരിക്കണേ? എന്തിനാണ് നിങ്ങളുടെ മൊബൈൽ ഒരാൾ സർവീസ് ചെയ്യുമ്പോ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം? എന്തിനാ? നിങ്ങൾ കള്ളനായതുകൊണ്ടല്ലേ. ഇപ്പൊ ആരാണ് കള്ളനാണെന്ന് മനസ്സിലായില്ലേ? കള്ളന് കഞ്ഞി വെച്ചവൻ ആരാണെന്ന് മനസ്സിലായ ചെറുക്കോ?
നിങ്ങളെ കാണാത്തതും കേൾക്കാത്തതും സൂക്ഷിച്ചത് കൊണ്ടല്ലേ? നിങ്ങൾ സത്യസന്ധനും നിങ്ങൾ ഒരു ദീനി ഇസ്ലാം ആണെങ്കിൽ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കണത്? എന്തിനാണ് പേടിക്കണത്? മോട്ടിവേഷൻ സ്പീക്കറെ, എന്തിന് പേടിക്കണ്? എന്തേ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുക്കാതെ 12ഓളം മൊബൈൽ ഫോൺ വീട്ടിൽ കൊടുക്കാതെ അടുക്കി വെച്ചേക്കുന്നത് എന്തിനാണ് ആ കുട്ടിയുടെ ചിത്രങ്ങൾ പകർത്തിയത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ചിത്രങ്ങൾ പകർത്തി ലാപ്ടോപ്പിലും മൊബൈൽ വഴിയും ഇയാൾ ഒരുപാട് ആ കുട്ടിയെ പറയുന്ന രംഗങ്ങളും ഓരോന്നും ഇയാൾ പകർത്തി. എന്തിനാ? അരുതാത്തതൊന്നും ഇതിൽ പാടില്ല എന്ന് ഇവൻ തന്നെ പറയുന്നില്ലേ? പറയുന്നുണ്ട്. 16 വയസ്സ് തോന്നിയ പ്രണയമാണ് കുട്ടിക്ക് അവനോട്. വയസ്സൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. മാമൻ അപ്പൂപ്പനാവാനുള്ള പ്രായമാണ് കുട്ടിയില്ല. കറക്റ്റ് പ്രായമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഊഹിച്ചെടുത്തോളണം കേട്ടോ. 10ാം ക്ലാസ്സിൽ 14 വയസ്സ് പ്രണയം തോന്നി ഒരു ചക്കനോട്, ഒരു പെൺകുട്ടിക്ക് 10ാം തരത്തിൽ. കിളവന്മാർക്കും ഈ പ്രായത്തിൽ അത്ര പ്രായമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് കുൽസിതം തോന്നിക്കൂടാ എന്നില്ല. തോന്നിയില്ലേ? അങ്ങനെ പ്രണയിച്ചു, ഹായ് ഹോയ് പറഞ്ഞു, അവനും ഹായ് ഹോയ് പറഞ്ഞു. അങ്ങനെ സ്വപ്നങ്ങളെ ഇങ്ങനെ പൂവണിയിച്ച് അങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ കൊണ്ട് നടന്ന് അങ്ങനെ ഒരു 16-17 വയസ്സൊക്കെ ആയി ഓരോന്നും പറയാൻ തുടങ്ങിയടി. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനല്ലേ നിന്നെ കാണേണ്ടത്, എനിക്ക് നിന്നെ കാണണം, വിളിക്കണം, പൊന്നെ മുത്തേ ചക്കരെ. ഇയാളെ കാര്യമാണ് ഇയാൾ പറയണത് കേട്ടാ. ഇയാളെ കാര്യമാണ്. ഇയാളിതെല്ലാം ചെയ്ത് കമൻറ്റുകൾ വരണതാണ്. സാറ് ഇത്രയും മോട്ടിവേഷൻ ചെയ്തിട്ട് എന്തിന് സാറേ ഈ തെറ്റ് ചെയ്തത്? സാറിപ്പോൾ ആ തെറ്റിലേക്കല്ലേ പോയത്? സാർ ഇതുപോലെ എത്ര എണ്ണത്തിനെ കാണിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? എത്ര കുട്ടികളെ വലവീശി പിടിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇപ്പം ഈ ഒരു പെൺകുട്ടിയല്ലേ രംഗത്ത് വന്നത്? തേനേന്ന് പറഞ്ഞു. ഇവളും പറഞ്ഞു അങ്ങോട്ട്, ആനോ ചക്കരെ മാനെ തേനെ ഓടാ കൂടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചോണ്ടെന്ന് ആരുമില്ലാത്ത ദിവസം അവൻ പറഞ്ഞു, എനിക്ക് ഇതിനെ കാണണം മുത്തേ പൊന്നാരെ ചക്കരെ. ഞാനല്ല എന്നെ കാണേണ്ടത്, ഞാനല്ലേ മഹർ തന്ന് കൊണ്ടുപോകേണ്ടത്, പിന്നെ ആരാ കാണുക? കറക്റ്റ്. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു. ഇയാൾ ആ പെങ്കുച്ചിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഫുള്ള് ഇതിൽ പറയുകയാണ്. ഞാനല്ലാതെ. അപ്പൊ അവള് പറഞ്ഞു, അവള് കൂട്ടുകാരോട് ഒരേ ഞാൻ കാണാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടേ ചോദിച്ചു. എടീ ഇന്ന് കണ്ടളേ, വിളിച്ചളാ, പാവല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആരും ഇല്ലാത്ത സമയം പേടിച്ചൊരു വീഡിയോ കോളൊക്കെ ചെയ്തു. അപ്പൊ ചെയ്തപ്പോ മുത്തേ അല്ലേ, മുത്തേ ഹിന്ദേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളികളെല്ലാം കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ വിളികൾക്ക് കുറെ ശക്തിയെ കിട്ടാൻ തുടങ്ങി. അല്ല, മനോഹരമായ പദസമ്പത്തുണ്ട് അവന്റെ കയ്യിൽ. ആ മനോഹര പദസമ്പത്ത് ഇങ്ങോട്ട് ഇട്ട് തന്നപ്പം എന്തായി? അരുതാത്തത് പലതും അവന്റെ നയനസുഖത്തിനായി അയച്ചു കൊടുത്തു. ഇത് തിരിച്ചാണ്. ആ കുട്ടിയല്ല കേട്ടോ അതങ്ങനെ ചെയ്തത്. ഇയാളാണ് ലാപ്ടോപ്പ് മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട് പകർത്തിയത്. പെൺകുട്ടിയെ സ്നേഹവലയത്തിലാഴ്ത്തി. അതിനത്രയ്ക്കുള്ള ഇതല്ലേ ഉള്ളൂ. ഇയാൾക്ക് ഒരു 20-21 വയസ്സായ ഒരു മകളുണ്ട്. അത്ര പോലും പ്രായമില്ലാത്ത ഒരു കുട്ടിയാണ് ഇയാൾ കാണിച്ചത്. മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാനായിട്ട് ഇയാളെ വീട്ടിൽ വരുത്തിച്ച് ആയിട്ടാണ് ഇയാളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയാളെ ഭാര്യയായിട്ട് ഇയാൾ പിണക്കത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ 2-3 വർഷം കൊണ്ട് ഡിവോഴ്സാണ് എന്നാണ് അറിഞ്ഞത്. ഭാര്യയും 2 മക്കളാകണ്ടുണ്ട്. മോളും ഭാര്യയും രംഗത്ത് വന്നിട്ടുണ്ട്. ഡിവോഴ്സായി അവർ സെപ്പറേറ്റാണ്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഭാര്യ ഉള്ളപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നിട്ടുണ്ട് ഇയാളെ സ്വഭാവം. ഇയാൾ പെണ്ണുപിടിയനായതുകൊണ്ടാണല്ലോ പിന്നെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം. ഇയാളെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം ആ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാൾക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. മകളുമുണ്ട്. അപ്പോൾ ആ സ്ത്രീ അവർ വേറെ റിലേഷനാണ്. ലിവിങ് ടൂതറായിട്ട് 2-3 വർഷം കഴിയുകയാണ്. ആ സ്ത്രീ ഞാൻ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഭാര്യയായിരുന്നു, ഇപ്പോൾ നിയമപരമായിട്ട് ഭാര്യ അല്ല എന്നാണ് പറയണത്. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം രംഗത്ത് വന്നത്. ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയും മോളും. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ.
ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട് കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് അച്ഛന് വേണ്ടി വക്കാലത്തുമായിട്ട് അമ്മയും മകളും വന്നിരിക്കുന്നു. ആയിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റു പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ എൻ്റെ പൊന്നു കൊച്ചെ വെറുതെ പറയോ? ഇയാളെ റെക്കോർഡെല്ലാം ഇറങ്ങിയില്ലേ? ആ കൊച്ചിൻ്റെ അടുത്ത് പറയണ, ആ കുട്ടിയുടെ അടുത്ത് പറയണ റെക്കോർഡെല്ലാം പുറത്ത് വിട്ടില്ലേ? പിന്നെന്താണ് നീ പറയണ? നീ ഒരു പെൺകുട്ടിയല്ലേ? നിനക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. നിൻ്റെ അച്ഛനിൽ നിന്നാണ് ആ കുട്ടിക്ക് ഈ മോശം അനുഭവം ഉണ്ടായത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യനിൽ നിന്നാണ് ഇതുണ്ടായത്. ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പം മോളൊന്ന് മനസ്സിലാക്കണം. മോക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിലോ? പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യയായിരുന്ന ഡോളിയുടെ ഇപ്പോഴത്തെ കാമുകൻ, അതായത് അവർ ലിവിങ് ടുഗദറാണ്. അപ്പോൾ ആ കാമുകൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിവോഴ്സ് ആകാനുള്ള ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടിപ്പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൻ പിള്ളേരുടെ അപ്പനാണല്ലോ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പിള്ളേരുടെ അപ്പൻ എന്ന നിലയ്ക്ക്. അപ്പൊ വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നതാണ്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അവരെ കൊണ്ടല്ലോ നിർബന്ധിച്ച് പറയിപ്പിച്ച്. ഈ ചേച്ചിക്ക് ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ. ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബിസിനസ് നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത് താമസിക്കുന്ന സ്ഥലത്ത്? ഇല്ല, ബിസിനസ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. ഞങ്ങള് 3-4 പശുവിനെയൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേ ചേട്ടാ? അത് നല്ല കാര്യമല്ല. നമ്മള് ഗോമാതാവല്ലേ അത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങളൊരു സംതൃപ്തരാണ്, കുഴപ്പമില്ല. ഇപ്പൊ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അത് ഭയങ്കര നാണക്കേടായല്ലോ ചേട്ടന്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ എന്താ പറയുമ്പോ ഈ മകളും ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിട്ട്. ഈ മകൾ ആദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാന്നൊക്കെ ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെ ഉള്ളതാണോ മകള്? ഇവര് പിന്നെ അമ്മയും മക്കളും ഫിലിപ്പുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഉള്ളതല്ല. പിന്നെ മകൻ മാത്രമേ ഉള്ളൂ. കാരണം അമ്മയും മക്കളുമായിട്ട് അയാള് ഈ പീഡന വീരനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ് പറയണത്. അപ്പം ഇയാളെ ഈ കാമുകൻ്റെ കണ്ണ് വെട്ടിച്ച് ആണ് ഇറങ്ങി മറ്റേ മുൻ ഭർത്താവിന് വേണ്ടി വാദിക്കാനായിട്ട് പോയത്. അപ്പോൾ ഈ പെൺകുട്ടി ഇയാളുടെ അടുത്ത് എങ്ങനെയാണ് എത്തിയത്, എന്താണ് സംഭവിച്ചത്, ആ കാര്യം ഒന്ന് കേൾക്കാം. കൊണ്ടുവന്നിട്ട് ഉപദേശങ്ങൾ തേടുന്നത് ആ കൂട്ടത്തില് ഗൾഫിൽ ഏതോ സ്ഥലത്ത് ദുബായിലോ ബഹ്റൈനിലോ എവിടെ ഉള്ളൊരു പെൺകുട്ടിയാണ്. അവിടെ നിന്ന് പഠിപ്പിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, എവിടെ എന്തിലിട്ടാലും സ്കൂളൊന്നും പിന്നെ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസ്. അങ്ങനെ നാട്ടിലേക്ക് അയച്ചതാണ്. നാട്ടിലേക്ക് അയച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ട്, ഇയാള് എത്ര വലിയ കേസും ഹാൻഡിൽ ചെയ്യും, കുട്ടികളെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല ഇതൊക്കെ ഉപദേശം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ വിളിച്ചതാണ്. അപ്പൊ ഇയാൾക്ക് ആ കുട്ടിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷണീയത തോന്നി. കാരണം ഗൾഫിലൊക്കെ ഉള്ള നല്ല തിന്ന് നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളായിരിക്കുമല്ലോ. അപ്പോ ഇയാൾ അപ്പൊ തന്നെ കണ്ടിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ മേലെ അങ്ങനെ ഇയാൾക്ക് കണ്ടപ്പം വികാരം തോന്നി. ഒരു കൊച്ചുകുട്ടിയാണ് അതിനെ കണ്ടപ്പം. ഈ മാതാപിതാക്കളെ വേണം തല്ലാനായിട്ട്. കവളി മടൽ വെട്ടി ഈ മാതാപിതാക്കളെ അടിക്കണം, ഈ കുട്ടികളെ ഇങ്ങനെ വിട്ടുകൊടുക്കണം. മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാനായിട്ട് ഗൾഫിൽ നിന്ന കുട്ടിയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. എല്ലാം പറഞ്ഞ് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം കാസർഗോഡ് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് ഈ മോട്ടിവേഷന്റെ ഇയാൾ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടികൾ വരണമെന്ന് ചോദിച്ചു. അപ്പൊ ഏതായാലും വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ പെൺകുട്ടി പറഞ്ഞു ശരി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടുകാരോട് ചോദിച്ചു. പറഞ്ഞു വീട്ടുകാരന്മാരെ കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി കൊണ്ടുവരാലോ. അപ്പൊ അന്നൊക്കെ തിരിച്ചു വരണല്ലേ. അങ്ങനെ ഈ പെൺകുട്ടിയോടെ പോയി അങ്ങനെ പ്രോഗ്രാമൊക്കെ നടത്തി. നമുക്ക് വൈകിപ്പോയി, കുറെ വൈകി. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം വല്ല ലോഡ്ജിലെന്നും പറഞ്ഞ്. അപ്പൊ കുട്ടി ആദ്യം സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല, മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ചിട്ട് ഒരു ലോഡ്ജിൽ മുറിയിടുകയാണ്. ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ എന്താണ്. അവിടെ ID കാർഡ് കൊടുക്കണമല്ലോ. ഈ മൂപ്പരുടെ പഴയ പോലീസ് ID കാർഡ് കൊടുത്തു. അപ്പൊ ആരും ചോദിക്കൂലല്ലോ, പോലീസല്ലേ. അങ്ങനെ ഈ പോകുന്ന പോക്കിൽ പറഞ്ഞു നീ എവിടെ നോക്കിയാലും എന്നെ അച്ഛാന്ന് വിളിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞു ഈ കുട്ടിയോട്. അപ്പോ
അച്ഛൻ അവിടെ അപ്പം ഈ ലോഡ്ജിലൊക്കെ റൂം എടുത്തപ്പോഴും പറഞ്ഞ അച്ഛൻ എന്നുള്ള ഒരു ഇതിലായിരിക്കും പറഞ്ഞിട്ടുള്ള. അച്ഛാന്ന് വിളിച്ചാൽ മതി, അപ്പൊ എല്ലാവർക്കും സംശയം തോന്നില്ലല്ലോ. അങ്ങനെ അച്ഛാന്ന് വിളിക്കുക, അച്ഛനായിട്ടാണ് കാണുന്നതാണെന്ന് പറയുന്നത് ആ പെൺകുട്ടി എന്നാണ് ആ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്തയിൽ പറയുന്നത്. ഞാൻ അച്ഛനാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ലോമയിൽ താമസിച്ച് നോക്കുമ്പോ ഹോട്ടലിൽ 2 ബെഡ് വേറെ ദൂരത്താണ് 2 ബെഡ്. അത് 2 കൂട്ടിട്ട് മുമ്പില്. എന്താന്ന് വെച്ചപ്പോ പറഞ്ഞ് നീ ഒറ്റക്കനെ നീക്കുമ്പോ വീണെങ്കിലോ, അപ്പൊ 2 കൂട്ടിട്ട്. ഭയങ്കര സ്നേഹമാണ്, അച്ഛൻ്റെ സ്ഥാനമല്ലേ. അങ്ങനെ ഹോട്ടലിൽ റൂം എടുത്ത് 2 ബെഡ് കിടക്കുകയാണ് റൂമിനകത്ത്. ആ 2 അകലം വിട്ട് കിടന്ന ബെഡ് 2ഉം കൂടെ ഈ വീരൻ ചേർത്തിട്ട്. അപ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനങ്ങനെ ചേർത്തിടണത്. അപ്പോൾ പറയുന്ന അതങ്ങനെ ചേർത്തിട്ട് കിടക്കാം. കുട്ടി മോള് തറയിൽ വീഴണമെങ്കിൽ വന്നു കട്ടിലിൽ നിന്ന് വീഴണമെങ്കിൽ അതുകൊണ്ട് അച്ഛൻ ചേർത്തിടയാണ്. അച്ഛൻ എന്ന് പറഞ്ഞിട്ട് 2 കട്ടിലും കൂട്ടിട്ടു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോ മൂപ്പര് മെല്ലെ തഴുകാൻ തുടങ്ങി ആ കുട്ടീനെ എന്നാണ് പറയുന്നത്. മെല്ലെ തഴുകാൻ തുടങ്ങി. പിന്നെ ലീലാവിലാസമായി. പിന്നെ കുട്ടി എതിർത്തോ ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ മൂപ്പര് പറഞ്ഞു, പിന്നെ ഇതൊന്നും ആരോടും പറയരുത്, പിന്നെ ഇത് പുറത്തറിഞ്ഞ എല്ലാവർക്കും നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കുമ്പോ ഈ ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിട്ട് എന്താ ഐപ്പിൽ ഇപ്പറൊരു ഗുളികണ്ട്, അതും കൊടുത്തു. കാരണം ഗർഭിണി ആവരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കൈവിട്ടുപോയി. കാരണം ഈ പെൺകുട്ടി പോയിട്ട് കൂട്ടുകാരികളോട് പറഞ്ഞു. ആദ്യം കൂട്ടുകാരികളോടാണ് പറഞ്ഞത്, മാതാപിതാക്കളോട് പറഞ്ഞില്ല. കൂട്ടുകാരികളാണ് മാതാപിതാക്കളിനൊക്കെ അറിയിച്ചത്. മാതാപിതാക്കൾ പിന്നെ അന്വേഷിച്ച് മകളോട് വെച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ നിർബന്ധിച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അവര് ചൈൽഡ് കെയർ അങ്ങനെ എന്തൊരു സംഘടന വിളിച്ച് അവരാണ് പിന്നെ പോലീസിലേക്ക് പോകുന്നത്. പിന്നെ ഒരു കൗൺസിലർ വന്ന് ചോദിച്ചപ്പോ ക്ലിയറായി ചോദിച്ചപ്പോ എല്ലാ സംഗതികളും കൃത്യമായിട്ട് തന്നെ പെൺകുട്ടി പറഞ്ഞു. ഫിലിപ്പ് മമ്പാടിൻ്റെ കഥ കേട്ടല്ലോ. ഇതൊക്കെയാണ് കഥകൾ. മോട്ടിവേഷൻ ക്ലാസ് കൊടുത്ത ഒരു മനുഷ്യനാണ് ഈ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഇത്രയെങ്കിലും അറിവും ബോധം ഉള്ളവരാണെങ്കിൽ, നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഒരാളായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുമായിരുന്നു. മുമ്പും ഇതുപോലെ സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഡോളി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ മകൾ അമ്മയെ രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ പപ്പയെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ഒരേ ദിവസം ഒരേ സംഭവങ്ങളാണ് ഉണ്ടാവണത്. ഇതുപോലെ ഈ കൂടുതലും ഈ കുട്ടികളെ ഒന്നുകിൽ അവർക്ക് ഒത്തിരി പഠിക്കാൻ പിന്നിലോട്ടാണെങ്കിൽ കൊണ്ടുവന്ന് നോക്കിക്കാൻ പൂജാരിയുടെ അടുത്ത് പോവുകയും, അറിഞ്ഞൂടെ മൂരാരി തന്ത്രിയുടെ കാര്യം. അങ്ങനെയുള്ള പൂജാരിമാർ ഒരുപാടുണ്ട്. കള്ള പൂജാരികൾ. അതുപോലെ പള്ളിയിൽ പാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോകും അങ്ങനെ നോക്കിക്കാനായിട്ട്. അതുപോലെ ഉസ്താദന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് കുറേ പണം അങ്ങനെ ചിലവാക്കും. ഇതൊക്കെ കള്ളന്മാരാണ്, കള്ളന് കഞ്ഞി വെച്ചവന്മാരാണ് ഇതെല്ലാം. നല്ലവരായ ആൾക്കാരും ഉണ്ട്. അവരെ കൂടെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറേ അലവലാദികളായ കുറേ ഇറങ്ങിയിട്ടുള്ളത്. ഇതിപ്പം ഈ സ്ത്രീയുടെ ഭർത്താവാണ്, അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ഡിവോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പീഡന കേസിൽ അകപ്പെട്ട ഒരാളിനെ രക്ഷിക്കാനായിട്ട് വന്നതൊന്ന് ഓർത്തു നോക്കണം. ഇതുപോലെ പല സ്ഥലത്തുമുണ്ട്. സ്വന്തം മക്കളെപ്പോലും, സത്യം പറഞ്ഞ സ്വന്തം മക്കളെപ്പോലും ഒരു വീട്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് പോകാൻ പറ്റും. സ്വന്തം വീട്ടുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇന്നത്തെ കാലം. ഒരുപാട് സ്ഥലത്ത് ഒരേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ കുട്ടികളെ ഇതുപോലെ തന്തമാരായിരുന്നാലും പീഡിപ്പിക്കുന്നു. എന്നിട്ട് ആ തള്ളയൊക്കെ ചെന്നിട്ട് പിന്നെ വീണ്ടും അവരുമായിട്ട് ഒന്നിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ്? വല്ല ഞണ്ണാനും കിട്ടണം, വകയ്ക്കും വേണ്ടിയിട്ട്. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ട് ഈ തള്ളമാർ വീണ്ടും ഈ മക്കളെ കൊടുക്കുന്നതിലാണ്. ഒരുപാട് കേസുകൾ ഇങ്ങനെ ഉണ്ട്. യുവന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ എന്താണ് ചെയ്യണം? അവർക്ക് ബിരിയാണി പൊറോട്ട ഇറച്ചിയും കൊടുത്ത്, ഇപ്പോൾ പോരെങ്കിൽ നല്ല ശമ്പളവും കൂടെ ഉണ്ടല്ലോ. അവിടെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഓരോ മുള്ളുമുരുക്കെങ്കിലും നടുക. എന്നിട്ട് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അവന്മാർ കയറ്റിയിട്ട് താഴോട്ട് ഇറക്കാൻ നോക്കുക. അപ്പോഴവന്മാർ പിന്നെ ഇങ്ങനെയുള്ള കേസുകൾ നടക്കുകയില്ല. ഇനി ഇതാണ് ചെയ്യാനുള്ളത്, മുള്ളുമുരുക്ക് നടണം ഓരോ സ്റ്റേഷനിലും. എന്നിട്ട് അവന്മാരെ മണ്ടയിലോട്ട് കയറ്റിയിട്ട് താഴോട്ട് ഇറക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇനി പീഡനങ്ങൾ കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടുള്ളൂ. ചിലപ്പം പൂർണ്ണമായിട്ടും പീഡനങ്ങൾ നിൽക്കും. എങ്ങനെയാണ്? മുള്ളുമുരുക്കിൽ കയറ്റിയിട്ട് താഴോട്ട് ഇറക്കുക.
അത് ഓരോ പോലീസ് സ്റ്റേഷൻ തോറും നടണം. എങ്കിൽ മാത്രമേ അത് നട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താലേ അത് വളരുള്ളൂ. എന്നിട്ട് ഈ പണി ചെയ്യുക, ഇതാണ് നല്ലത്.